പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തില്ല? വേദനയില്ല. അവർ വേദന അറിയുന്നില്ല. അതല്ലേ ഈ അപ്പസ്തോലന്മാരൊക്കെ എന്തു വലിയ പീഡനത്തെ തിളച്ച് കിടക്കുന്ന എണ്ണയ്ക്ക് എടുത്തിട്ട് അവിടെ ഇട്ട് തിരിച്ചും മറിച്ചും പൊരിച്ചെടുത്ത വിശുദ്ധരില്ലേ? ഉണ്ടോ? കാണ്ടാമൃഗങ്ങളുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് കൂട്ട് അവര് വലിച്ചു കയറിയ വിശുദ്ധരില്ലേ? ഉണ്ടോ? ഉണ്ട്. കല്ലെറിഞ്ഞ് കൊന്ന വിശുദ്ധന്മാരില്ലേ? അവർക്കൊക്കെ ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അഭിഷേകം മൂലം അവർക്ക് വേദനയായിരുന്നില്ല. ഹല്ലേലൂയ. ഉള്ളിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ, നൊമ്പരപ്പെടുന്നത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക, അനസ്തേഷ്യയാകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. പരിശുദ്ധാത്മാവിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. വാർദ്ധക്യത്തിൽ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണോ? രോഗാവസ്ഥയിൽ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണോ? ആരെങ്കിലും നമ്മളെ കുറിച്ച് അവിഖ്യാതികൾ പറഞ്ഞു വരുത്തി വേദനിപ്പിച്ച് ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണോ? ഒരു വേദനയും, ആരുടെയും ഒരു കൂരമ്പുകളും, ആരുടെയും ഒരു ചതിക്കുഴികളും, ആരുടെയും ഒരു പീഡനങ്ങളും നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടാതിരുന്നാൽ അവന്റെ അർത്ഥം എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്.